നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ എം പി. എക്സിലെ പോസ്റ്റിലാണ് പ്രശംസ കോരിച്ചൊരിയുന്നത്. മോദിയെ തുടർച്ചയായി പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുകയാണ് തരൂർ. ന്യൂഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ക്രിയാത്മകമായ അക്ഷമയെക്കുറിച്ചും ഒരു കോളനിവൽക്കരണാനന്തര ചിന്താഗതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രേരണയെക്കുറിച്ചും സംസാരിച്ചതായി തിരുവനന്തപുരം എം പി എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞത് ആഗോളതലത്തിലെ മഹാമാരി, യുക്രൈനിലെ യുദ്ധം പോലുള്ള സംഭവങ്ങളെ അതിജീവിച്ച ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ലോകം ശ്രദ്ധിച്ചുവെന്നും ഇന്ത്യ ഇനി ഒരു ഉയർന്നു വരുന്ന വിപണി മാത്രമല്ല, ലോകത്തിനൊരു ഉയർന്നു വരുന്ന മാതൃകയാണെന്നുമാണ്. എല്ലാ സമയത്തും തിരഞ്ഞെടുപ്പ് മോഡിലാണ് എന്ന് തനിക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വൈകാരിക മോഡിലാണ് താനെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി തരൂർ പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ കോളനിവൽക്കരണത്തിന്റെ സ്വാധീനത്തിൽ ശ്രദ്ധയൂന്നിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അടിമത്ത മനോഭാവത്തിന്റെ 200 വർഷത്തെ മെക്കാളയുടെ പാരമ്പര്യം തീർക്കുന്നതിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി കൂടുതലായി സംസാരിച്ചത്. ഇന്ത്യയുടെ പൈതൃകം, ഭാഷകൾ, വിജ്ഞാന സമ്പ്രദായങ്ങൾ എന്നിവയിൽ അഭിമാനം പുനഃസ്ഥാപിക്കുന്നതിനായി 10 വർഷത്തെ ദേശീയ ദൗത്യത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യപുരോഗതിക്കായിട്ടുള്ള ഒരു സാമ്പത്തിക വീക്ഷണമായും പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായും വർദ്ധിച്ചു. സദസ്സിലുണ്ടായിരുന്നതിൽ സന്തോഷമെന്നും തരൂർ കുറിച്ചു. പരിപാടിയിൽ തരൂർ BJP നേതാവും മുൻ നിയമമന്ത്രിയുമായ രവിശങ്കർ പ്രസാദിനൊപ്പം ഇരിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട്. തരൂരിന്റെ വലത്തുവശത്ത് മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള തരൂരിന്റെ പ്രശംസ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. വിശേഷിച്ചും അദ്ദേഹം ഇതാദ്യമായിട്ടല്ല പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് സംസാരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 1834 ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് എംപിയായ തോമസ് ബാമ്പിംഗ്ടൺ മെക്കാളെയാണ് പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായം അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. അതനുസരിച്ച് ഇംഗ്ലീഷ് എല്ലാ സ്കൂളുകളിലെയും ഭാഷയായി. ഇന്ത്യയുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനിക്കാൻ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ വിദ്യാഭ്യാസം പഠനത്തോടൊപ്പം വൈദഗ്ധ്യത്തിനും ഊന്നൽ നൽകി. അതുകൊണ്ടാണ് മെക്കാളെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നട്ടിൽ തകർക്കാൻ തീരുമാനിച്ചത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി തരൂർ പറഞ്ഞു. ബ്രിട്ടീഷ് ഭാഷയ്ക്കും ബ്രിട്ടീഷ് ചിന്താഗതിക്കും ആ കാലയളവിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുണ്ടെന്ന് മെക്കാളെ ഉറപ്പിച്ചു. അതിന്റെ വില ഇന്ത്യക്ക് നൂറ്റാണ്ടുകളോളം നൽകേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരൻ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുകയും നമ്മിലൊരു അപകർഷതാബോധം നിറയ്ക്കുകയും ചെയ്തുവെന്നും മോദി പറഞ്ഞു. 4 തവണ MP ആയ തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വളരെ വഷളായിരിക്കുകയാണ്. ഏപ്രിൽ 22-ലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിൽ ഒരാളായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമയം മുതലാണ് ഇത് കൂടുതൽ വഷളാകാൻ തുടങ്ങിയത്. തരൂർ അമേരിക്കയിലേക്കും മറ്റ് 4 രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ചു. മോദിയെ ഇന്ത്യയുടെ മുഖ്യ ആസ്തി എന്ന് വിശേഷിപ്പിച്ച തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രി പ്രതിസന്ധി കൈകാര്യം ചെയ്തതിനെ പ്രശംസിച്ചുള്ള തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾക്കും ഇടയാക്കി. തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതെല്ലാം ആക്കം കൂട്ടുകയും ചെയ്തു. എന്നിരുന്നാലും അത് സംഭവിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കി. അതേസമയം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ലഭിച്ചതിലും തരൂർ പ്രതികരിച്ചിരുന്നു. വധശിക്ഷ എന്ന വാർത്ത അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. രാജ്യത്തിനകത്തായാലും പുറത്തായാലും താൻ വധശിക്ഷയിൽ വിശ്വസിക്കുന്നില്ലെന്നും അതിനാൽ അത് തനിക്ക് നിരാശാജനകമാണെന്നും തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വയം പ്രതിരോധിക്കാനോ വിശദീകരിക്കാനോ ഒരാൾക്ക് അവസരം ലഭിക്കാത്ത ഒരു അസാന്നിധ്യ വിചാരണ, മറ്റൊരു രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. എങ്കിലും ഇത് പോസിറ്റീവായ ഒരു സംഭവ വികാസമാണെന്ന് പറയാനാവില്ല. വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു സംഭവ വികാസമാണിതെന്നും തരൂർ വ്യക്തമാക്കി.